ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇത് തടിക്കാട് പുളിമുക്ക് ജംഗ്ഷൻ. ഈ കാണുന്ന റോഡ് വെഞ്ചേമ്പിലേക്ക് പോകുന്ന റോഡാണ്. വെഞ്ചേമ്പിൽ നിന്നും നമുക്ക് പുനലൂരേക്ക് പോകാൻ നല്ല എളുപ്പമാണ്, ഷോർട്ട് കട്ടാണ്. തടിക്കാട് ജംഗ്ഷനിൽ നിന്നും 20 മീറ്റർ താഴത്തായിട്ട് ഈ ലെഫ്റ്റ് സൈഡിൽ ഫസ്റ്റ് കാണുന്ന ഈ വീട്, തടിക്കാടിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ വീട് പരിചയപ്പെടുത്താനാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീട് ആരുടേതെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും സ്നേഹത്തോടെ അഷ്റഫണ്ണ എന്ന് വിളിച്ചിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഖാവ് അഷ്റഫ് സാറിൻ്റെ വീടാണ്. 2002 ജൂലൈ 18 ഈ വീട്ടിൽ വെച്ചാണ് അദ്ദേഹത്തിന് ദാരുണാന്ത്യം സംഭവിച്ചത്. അന്ന് ഈ വീട്ടിൽ റിട്ടയർഡ് അധ്യാപകനായിരുന്ന അദ്ദേഹത്തിൻ്റെ പിതാവും മക്കളും ഭാര്യയും ഉണ്ടായിരുന്നു. ഭാര്യ കൊല്ലം ബെൻസീർ ഹോസ്പിറ്റലിൽ നിന്നും BSc നഴ്സിംഗ് പഠനം പൂർത്തിയാക്കി കോട്ടയം മെഡിക്കൽ കോളേജ്, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് ഇവിടെയെല്ലാം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഇപ്പോഴും ആരോഗ്യ മേഖലയിൽ സജീവമാണ്. മകൻ ഇജാസ് കാലിക്കറ്റ് എയർപോർട്ടിൽ ഏവിയേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നു. ഞങ്ങളെല്ലാവരും സ്നേഹത്തോടെ ചെല്ലപ്പേരിൽ ആഷ എന്ന് വിളിക്കുന്ന അദ്ദേഹത്തിൻ്റെ മകൾ അഷിത അഷ്റഫ് ഇപ്പോഴും വിദ്യാർത്ഥിയാണ്. ഈ വീടും പരിസരവും ഒന്നും തടിക്കാട്ടിലെ ജനങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അവരുടെ എല്ലാം മനസ്സിൽ ഇന്നും ഒരു നൊമ്പരമായി നിലകൊള്ളുന്ന ഒരു സംഭവവും പരിസര പ്രദേശങ്ങളുമൊക്കെയാണ്. തടിക്കാട്ടിലെ ജനങ്ങളുടെ മനസ്സിൽ അദ്ദേഹം ഇന്നും മരിക്കാതെ ജീവിക്കുന്നു എന്നുള്ളതിന് ഒരുപാട് ഉദാഹരണങ്ങൾ ഇവിടെ കാണാൻ കഴിയും. ഇത് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള സ്മാരകവും രക്തസാക്ഷി മണ്ഡപവുമാണ്. ഇവിടെ വെച്ച് പാർട്ടിയുടെ ഒരുപാട് തീരുമാനങ്ങളും കാര്യങ്ങളും യോഗങ്ങളും എല്ലാം നടക്കാറുണ്ട്. രാഷ്ട്രീയ മേഖലയിലുള്ള ആൾക്കാരും ഗസ്റ്റും എല്ലാം വരുമ്പം ഇവിടെയാണ് അവരെല്ലാവരെയും സ്വീകരിക്കുന്നത്. ഇവിടെ വെച്ച് പാർട്ടി തീരുമാനങ്ങളെല്ലാം കൊള്ളാറുണ്ട്. ഇതിൻ്റെ മുകളിലൊരു ഹാളുണ്ട്. ആ ഹാളിൽ വെച്ച് യോഗങ്ങളൊക്കെ നടക്കാറുണ്ട്. തടിക്കാട്ടിലെ ജനങ്ങൾ എന്നും എപ്പോഴും അദ്ദേഹത്തെ ഓർമ്മിക്കാൻ വേണ്ടി ഇതും തടിക്കാടിൻ്റെ ഹൃദയഭാഗത്ത് തന്നെയാണ് നിലകൊള്ളുന്നത്. തൊട്ടടുത്തായി അദ്ദേഹത്തിൻ്റെ പേരിൽ ലൈബ്രറി ഉണ്ട്, അഷ്റഫ് ലൈബ്രറി. ഇവിടെ ഒരുപാട് കഥാകൃത്തുക്കളുടെയും നോവലിസ്റ്റുകളുടെയും കവികളുടെയും എല്ലാം നോവലുകളും പുസ്തകങ്ങളും കവിതകളും എല്ലാം ഇവിടെ ലഭ്യമാണ്. ഈ വിദ്യാർത്ഥികൾക്കും റിട്ടയർഡായിട്ട് ഇരിക്കുന്നവർക്കും എല്ലാം വലിയ ഉപകാരപ്രദമായ ഒരു സേവനമാണിത്. ഇവിടെ വന്നാൽ നമുക്ക് ഏത് പുസ്തകങ്ങൾ വേണമെങ്കിലും നമുക്ക് കിട്ടും. പുസ്തകങ്ങളും ഗ്രന്ഥങ്ങളും എല്ലാം നമുക്കിവിടെ കിട്ടും. ഇവിടെ എപ്പോഴും ആൾ കാണും. ഇതെല്ലാം തടിക്കാട്ടിലെ ജനങ്ങൾ നല്ല രീതിയിൽ ഇന്നും സംരക്ഷിച്ചു പോകണം. പിന്നെ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളും രോഗികൾക്ക് ആംബുലൻസ് സൗകര്യവും എല്ലാം നടത്തുന്നുണ്ട്. ഫുഡ് കൊടുക്കുന്നുണ്ട്. രോഗികൾ അവശ നിലയിൽ കഴിയുന്നവർക്കെല്ലാം ഭക്ഷണപ്പൊതികളെല്ലാം വിതരണം ചെയ്യുന്നുണ്ട്. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയായിരുന്നു. ഒരു നാടിൻ്റെ സ്വപ്നവും പ്രതീക്ഷയുമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി തടിക്കാട്ടിലെ ജനങ്ങൾ ഇനിയും എന്തും ചെയ്യാൻ തയ്യാറാണ്. ഈ വരുന്ന ജൂലൈ 28 അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷി ദിനമാണ്. ഈ വീഡിയോ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി സമർപ്പിക്കുന്നു.